ഇവളോട് കുറച്ച് ഇംഗ്ലീഷ് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന എന്തിനാ? ആ വിളിച്ചോണ്ട് വന്ന എനക്ക് കൂടെ തന്നെ പോകാൻ പേര് ഈ പറഞ്ഞ പോലെ. നീ കിടന്നുറങ്ങിക്കോ. പിന്നെ സത്യം പറ, ആരോടാ നീ ഇപ്പൊ ഫോണിൽ സംസാരിച്ചേ? എന്റെ അപ്പച്ചി, അപ്പച്ചിക്ക് എന്താ വട്ടാണോ? ഒന്ന് പോവോ, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. നീ സംസാരിച്ചില്ല? എന്റെ അപ്പച്ചി, ഞാൻ സംസാരിച്ചില്ല, ഞാൻ ഉറങ്ങായിരുന്നു. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ ചീഞ്ഞു നാർന്നുണ്ട്. രാവിലെ എണീക്കുമ്പോഴേ പറമ്പിൽ പോയി നോക്ക്, ചിലപ്പോ വല്ല എലിയും ചത്ത് കിടപ്പുണ്ടായിരിക്കും. ഒന്ന് പോയ എന്റെ അപ്പച്ചി, ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ. ശരി ശരി. ഒന്ന് പോയി കിടന്ന് ഉറങ്ങ എന്റെ അപ്പച്ചി. അച്ഛാ, ആഹാ മനോഹരോ. ഷായന മുതലാളി ഒന്ന് വിളിച്ചേ. വിളിക്കാടാ. അട്ടെ, നിനക്ക് സുഖമാണോ? ആ സുഖമായിട്ട് പോകുന്നു, എല്ലാം അടിപൊളിയായിട്ട് ഗംഭീരായിട്ട് പോകുന്നുണ്ട്. ഒരു എനർജി. പക്ഷെ മേലും കയ്യിൽ ആകെ വേദനയാണ്. പോസ്റ്റുമ കയറുന്നല്ലേ, പിന്നെ പൊരി വെയിലത്ത് ശരീരം ഒരു തളർച്ച പോലെ മൊത്തം പ്രശ്നം. പിന്നെ കടബാധ്യത, കടക്കണി, മൊത്തം പ്രശ്നത്തിലാണ് ഇല്ലത്. പിന്നെ ശമ്പളം കൂട്ടി തെരയും ചെയ്യില്ല മുതലാളി. എന്താക്കല്, ധാരോട് പറയണ്ടേ. ഞാൻ കഷ്ടപ്പാട് കൂടുതലാണ്. ജോലിക്കോ ഒരു കുറവുമില്ല, ഇഷ്ടം പോലെ ജോലി ചെയ്തോണ്ടിരിക്ക. ഇതൊക്കെ മിഷനാ. മനോഹര, നിനക്ക് സുഖമാണോന്ന് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാ. നീ അതൊക്കെ വിട്ടാരെ. നിനക്ക് എന്റെ മുതലാളിയെ വിളിച്ചാൽ മതിയല്ലോ. ഒന്ന് വിളിച്ചു. ആ വിളിക്കാം. അടുക്കളയിലാണോ? ഷാഹിനെ, ഷാഹിനെ മോളെ, താണ്ടെ നിന്റെ തൊഴിലാളി വന്നിരിക്കുന്നു. അച്ഛന് ഞാൻ തൊഴിലാളിയാണ്. ഞാൻ എന്റെ സ്വന്തം അച്ഛനായാ കാണുന്നു. എന്നൊരു മകനായി കണ്ടുകൂടെ അച്ഛ. അല്ലേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത് പറഞ്ഞു പൊളിഞ്ഞു പോകുമ്പോ എന്തൊക്കെ ആയി പോയതാണ്. ആകെ പ്രശ്നം. തലയിൽ ചെറിയപ്പോ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ എനിക്ക് ഡോക്ടറെ കാണിച്ചു ലിസ്റ്റ് തന്നു. എന്തോ മെന്റൽ ട്രബിലിറ്റി എന്നാ പറഞ്ഞത്. ചികിത്സിക്കാൻ പൈസ ഇല്ല. ഒന്ന് വിളിക്ക്, മുതലാളിയെ വിളിക്ക്. ആങ്ങളെ എന്നെ വിളിച്ചോ? അയ്യോ, ഞാൻ പെങ്ങളെ അല്ല വിളിച്ചത്, ഷാഹിനെയാ. മനോഹര, ഓ, ഷാഹിനെ ഇപ്പൊ എന്തിനാ അന്വേഷിക്കുന്നത്? ഷാഹിനെ കൊണ്ടൊരു സ്ഥലത്ത് പോവാനുണ്ട്. എവിടെ? ട്യൂഷൻ. ട്യൂഷനോ? സെറ്റർ ബോക്സ് കേടായി. ട്യൂഷൻ സെറ്റർ ബോക്സ് കേടായി പോയി. കേബിൾ കട്ടായി പോയി. അത് നേരാക്കാൻ പോകണം. ഷാഹിനെ ഇല്ലാണ്ടാവൂല. നീ എത്ര വർഷമായി പണി പഠിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്? അപ്പൊ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്തുകൂടെ? അത് കുറച്ച് കാര്യമില്ല. ഷാഹിനെ മുതലാളിയോട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാക്കട്ട് വിശ്വാസം. ആ വിളിച്ചെന്നുങ്ങ ഷാഹിന മുതലാളിയെ വിളിക്ക്, കാര്യമുണ്ട്. വേഗം പോകണം. വൈദ്യുതി വൈകുന്നേരം പോയാലേ ശരിയാവൂലൂ. അതാണ്. പകലേ നമ്മ പണിയെടുത്താൽ വേർക്കും, ചൂട്. സന്ധ്യക്കാകുമ്പോൾ എല്ലാം കറക്റ്റ് ആവുമല്ലോ. എന്ത് വിളിക്കാത്ത, വിളിക്ക്. ഷാഹിനെ, ഷാഹിനെ. ഷാഹിനെ പോണ്ടേ, വൈകി. കേബിൾ ഇന്നും കംപ്ലൈന്റ് ആയല്ലേ? ഇന്നൊന്നുമില്ല. കംപ്ലൈന്റ് എന്ത് ചെയ്യാനാ. അച്ഛാ, ഞാൻ എന്നാ പോയിട്ട് വരാവേ. അമ്മയോടൊന്ന് പറയണേ. ശരി മക്കളെ. ഷാഹിന, നീ എന്നും വൈകുന്നേരം ഇവനെയും കൂട്ടി പോകുന്നുണ്ടല്ലോ, എങ്ങോട്ടാ? അതാ അപ്പച്ചി പറഞ്ഞല്ലോ കേബിൾ കംപ്ലൈന്റ് ആയെന്ന്. അപ്പൊ പോയില്ലെങ്കിലേ ഇവിടെ ഇരിക്കപ്പുറത്ത് ഉണ്ടാവില്ല, അതുകൊണ്ടാ. അല്ല, ഇവനെ മാറ്റി വേറെ ആ പണി അറിയാവുന്ന ആരെയാണ് നിനക്ക് നിയമിച്ചുകൂടെ? എടി, ഇവന് പണി അറിയത്തില്ല, അതുകൊണ്ടാ കൂടെ കേബിള് കേടാകുന്നത്. അപ്പച്ചി, എന്റെ കഞ്ഞില് പാറ്റിയിടല്ല. വന്നേ. ഷാഹിന, സത്യം പറ, നീ എങ്ങോട്ടാ? അപ്പച്ചി, ഞാൻ പറഞ്ഞല്ലോ കേബിള് നന്നാക്കാൻ പോവാന്ന്. ഒരു കാര്യം ചെയ്യ്, അപ്പച്ചിക്ക് അത്ര സംശയമാണെങ്കിലേ എന്റെ കൂടെ പോരെ. ആ സംശയം അങ്ങ് തീരട്ടെ. വേണ്ട. ഒരാളെ പോസ്റ്റുമൊക്കെ കയറാൻ പാടാം. വന്നോ, വാ. നിങ്ങളെ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലയോ? അച്ഛാ, ഞാൻ എന്നാ പോട്ടെ. ശരി മക്കളെ. അപ്പച്ചി വരുന്നുണ്ടോ? വാ മുതലാളി. ആങ്ങളെ,
ഷാഹിരയ്ക്ക് ഈയിടെ നല്ല കള്ളത്തരമുണ്ട് കേട്ടോ. അയ്യോ, നിനക്ക് കള്ളത്തരം ഇല്ലേ ഇല്ലല്ലോ. ഞാൻ പറയുന്നു മനസ്സിലാക്ക്. എന്റെ പൊന്നു മലാമണി, നീ എന്തായാലും വേറെ പണി നോക്ക്. ആ എല്ലാം അനുഭവിക്കുമ്പോ പഠിക്കും. പുല്ലാങ്കുഴലൂതി പൂവാലി പശുക്കളെ പുല്ലേറെ ഉള്ളിടത്ത് മേക്കുവാൻ പോകുമ്പോ ഒന്നുകൂടി ആടൂലേ. പുണ്യേ, ആ ആ ഇവിടെ പണി നിർത്തല്ലേ ഇന്നത്തെ? പണി നിർത്തി. ആ, എന്തേ? 5 മണിയില്ലേ? 5 മണിയായ പണി നിർത്തും? നീ എന്താ സർക്കാർ ഓഫീസിലെ പണി എടുക്കണേ? നീ കൃഷിപ്പണിയല്ലേ എടുക്കണേ? അല്ല, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ച്. എന്തു പഠിച്ച്? 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ആനന്ദം. ഇത് എവിടെ പഠിച്ച്? സ്കൂളിൽ പഠിച്ച്. ഞാനങ്ങനെയൊന്നും പഠിച്ചില്ലല്ലോ. ഉണ്ട്. അതെ ജമാലെ, ഈ 8 മണിക്കൂർ പണിയെടുക്കണമെന്നൊന്നും കൃഷിക്കാർക്ക് ചേർന്നല്ലോ. കൃഷിക്കാരൊക്കെ ഏത് നേരവും പണിയെടുക്കാൻ മനസ്സ് കാണിക്കണം. ഈ വെണ്ടയും പയറും പടവലൊക്കെ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോഴേ പലർക്കും തോന്നുന്നു കൃഷി ചെയ്യണമെന്ന്. അതൊക്കെ ഒരു തോന്നലാ. അതിന്റെ പിന്നിൽ കുറെ ദിവസത്തെ അധ്വാനം ഉണ്ട്, അറിയോ? ക്ഷമ വേണം, എന്നാലേ അതൊക്കെ ഉണ്ടാവുള്ളൂ. അതൊന്നും നിനക്കില്ല. ഇന്ത്യ അപ്പുണ്യേ, 24 മണിക്കൂറും വെള്ളവും വളവും പോയി ഇതിന് ഇട്ട് കൊടുത്താൽ പോരാ. വളരാൻ കുറച്ച് സ്വസ്ഥതയും സമാധാനവും നമ്മൾ കൊടുക്കണോ? മനസ്സിലായോ? നീ പൊട്ടും പുള്ളിയായിട്ട് നിന്റെ വീട്ടിലേക്ക് കൊണ്ട് പോക്കോ. നിനക്ക് ഈ പണി ചേർന്നല്ല. നീ വല്ല ഹോട്ടലിൽ പോയിട്ട് പണി ചെയ്യ്. നീ ആ കുഴി എടുത്തോ. കുഴി എടുക്കാൻ പോയപ്പോ 5 മണിയായത്. അപ്പൊ പണി നിർത്തി. ഈ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ കൃഷി ചെയ്യാൻ പാടില്ല. അതാരാ പറഞ്ഞേ? പരമേശ്വരൻ. നീ വെറുതെ പൊട്ടും പുളിയും പറഞ്ഞിട്ട് വെറുതെ ദൈവങ്ങളുടെ മേലെ കിടന്നോ അത്. ദൈവങ്ങളോ? ഏത് ദൈവങ്ങള്? പിന്നെ ഏതാ പരമേശ്വരൻ? കൃഷി ഓഫീസിലെ പരമേശ്വരൻ. അയാൾ അങ്ങനെ പറഞ്ഞോ? ആ, അയാൾ അങ്ങനെയൊന്നും പറയില്ലട്ടോ ജമാലെ. നീ വെറുതെ വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടുണ്ടാക്കണ്ട. ആരോ അങ്ങനെ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ തോന്നലായി. ഈ 5 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നത് എന്നോട് ആരാ പറഞ്ഞേ? സൂര്യൻ അസ്തമിക്കാൻ 6:45. 6:45? ആ, 5 മണിക്ക് പണി നിർത്തി പോവാനേ. പെയിന്റ് പണിക്കാരൻ സൂര്യനല്ല, ഈ സൂര്യൻ. അപ്പുണ്ണിക്ക് കൃഷിയുടെ ചരിത്രം വല്ല അറിയോ? എന്താണ്? പണ്ടൊക്കെ 10-12 മണിക്കൂറാ കൃഷി ചെയ്തിരുന്നത്. അങ്ങനെ തൊഴിലാളി വർഗ്ഗം സമരം ചെയ്തിട്ടാണ് 8 മണിക്കൂർ ആക്കിയത്. അപ്പുണ്ണിന് സൂര്യൻ അസ്തമിക്കുന്ന കഥയും പറഞ്ഞ വലിച്ചു നിട്ടാ നിക്കണ്ടോ. നീയേ നാളെ മുതൽ കൃഷിപ്പണിക്ക് വരണ്ട. നീ സമരം ചെയ്യാൻ പോയിക്കോ. സമരം ചെയ്യാൻ പോയ പൈസ കിട്ടുമോ? അപ്പൊ പൈസ വേണമെങ്കിൽ അല്ലേ? പൈസ വേണമെങ്കിൽ കൃഷിപ്പണി എടുക്കണം. അതിന് ക്ഷമ വേണം. ക്ഷമ ഉണ്ടാവോ? അയ്യോ, ഇത് എന്തൊരു ബഹളാടാ പുണ്യത്. ഉമ്മർത്തേക്ക് കേൾക്കാലോ നിങ്ങളുടെ സംസാരം. അതെ അമ്മവാ, ഈ ജമാലിന് കൃഷിപ്പണിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കായിരുന്നു. അവന് യാതൊരു ബോധമില്ല. ആ, ഇവന് കൃഷിപ്പണിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നിന്റെ ബോധം എന്താവും? ഞാൻ നന്നായി കൃഷിപ്പണി ചെയ്യുന്നുണ്ട് പങ്കിയമ്മാവ. ഞാൻ 5 മണിക്ക് പണി നിർത്തിയപ്പോ എന്നോട് അപ്പുണ്ണി പറയാണ് സൂര്യൻ അസ്തമിക്കുന്നവരെ പണിയണമെന്ന്. സൂര്യൻ അസ്തമിക്കാൻ വൈകി നിന്റെ തെറ്റുകൊണ്ടാണോ? ഉണ്ടോ? പൊട്ടത്തിനെ വിളിച്ചു പറയുന്നുണ്ടോ? പിന്നെ ഞാൻ വന്നെന്താ വെച്ചാല്, നിന്നോടന്ന് ഈ കൈക്കൂലി ചോദിച്ചൊരു കൃഷി ഓഫീസറില്ലേ, അയാളെ ഞാൻ സ്ഥലം മാറ്റിട്ടോ. സ്ഥലം മാറ്റിയോ? എങ്ങിട്ട്? വയനാട്ടേക്ക്. നന്നായി. അമ്മാനെ സ്ഥലം മാറ്റിയ? ഞാന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായ പ്രകാരം പാർട്ടി പ്രത്യേക താല്പര്യം എടുത്തിട്ട് അവനെ ഇവിടുന്ന് തെറിപ്പിച്ചു. അത് നന്നായി അമ്മാവാ, അടിപൊളി. അതെ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടതാ. ഭയങ്കര സന്തോഷമായി. അയാളെ വയനാട്ടിൽ പോയിട്ട് അയാളെ അട്ട കടിക്കണം. അപ്പൊ അയാള് പഠിക്കും. എടാ, എന്റെ അനന്തരവനോട് കളിച്ച ഞാൻ വിടുവോന്നെ. പിന്നെ നീ അന്ന് പോയപ്പോ വാഴങ്ങന്ന് അയാളോടുള്ള ദേഷ്യത്തിൽ വാഴങ്ങന്ന് എടുക്കാണ്ട് പോന്നില്ല? പോന്നു. അപ്പൊ അവിടെ നല്ല ഇനം വാഴങ്ങന്നുകൾ വന്നിട്ടുണ്ട്. അത് പോയിട്ട് എടുത്തോ. ഇനിയിപ്പോ നിനക്ക് നേരില്ല വെച്ചാൽ ആ വണ്ടി കാശിന്റെ തന്നാൽ മതി, ഞാൻ വേണ്ടി കൊണ്ടുവന്നരാം. എന്താണ്? നിനക്ക് പോവാൻ നേരില്ല വെച്ചാലേ വണ്ടി കാശ് തന്നാ ഞാൻ വേണമെങ്കിൽ പോയി കൊണ്ടുവരാന്ന്. അമ്മാവൻ പോയിട്ട് കൊണ്ടുവരാന്നോ? അത് വേണ്ട. എന്തേ പോണ്ടാന്ന് തന്നെ? അതെന്ത് പണിയാടാ പുണ്യേ? അമ്മാവൻ പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരാനേ നമുക്ക് അത്രയും സമയം പറമ്പ് പണിയെടുത്തൂടെ? അമ്മാവൻ പോയാലേ അമ്മാവന് ഞാൻ കമ്മീഷൻ കൊടുക്കണം. അറിയാ എനക്ക്? എന്തടാ പുണ്യ നീ പറഞ്ഞ? ഇന്നേ വരെ നിന്നോട് ഞാൻ അത് ചെയ്തിട്ടാ. എന്നോട് ഇതുവരെ കാശും ചോദിച്ചില്ലേ? അതൊക്കെ കമ്മീഷനാ. അമ്മാവനൊരു പണി. അമ്മാവൻ പോക്കോ, ഇത് ഞാൻ പോയി എടുത്തോളാം. ഞാനും ജമാലും കൂടി പോയി എടുത്തോളും. സ്വന്തം അമ്മാവനോടാ ഈ പറയണേ. അതെന്താ അറിയോ? അമ്മാവൻ പോയാലേ എനിക്ക് ഇരട്ടി പൈസയുടെ ചെലവാ. ഇതാകുമ്പോ കുറച്ച് പൈസക്ക് ഞങ്ങൾ കൊണ്ട് കൊണ്ടുവരും. അമ്മാവൻ പോക്കോ. നീ പോയി. പിന്നെ അയാളെ സ്ഥലം മാറ്റിയിട്ട് പേര് ഞാൻ എന്തെങ്കിലും തരാട്ടോ. ഇതും തരണ്ടാക്കി നീ ഓർന്ന് എന്റെ മേടിക്കണ നേരം കണ്ട് ഇറക്കാൻ പോവാ നല്ലത്. എന്നിട്ട് തന്നെ മേടിക്കാറ്. ആരായിരുന്നു? എന്തേ ആയിരുന്നിട്ട് അത്ര മേടിക്കാം. നീ പോയ 30 കന്നിന് കൂടുതൽ കിട്ടില്ല. നോക്കിക്കോ, ഞാൻ പോയ അവിടെ മേടിച്ചോണ്ടുപോകാത്തവരൊക്കെ എനിക്ക് മേടിച്ചോണ്ടിരാൻ പറ്റും. അതുകൊണ്ടാ ഈ പറയണേ. നീ വേണ്ട, ഇനി പൂജ ഞാൻ. ഒന്നേ എന്തേ
എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. എന്ത് കാര്യം? എന്താ ആരെങ്കിലും സ്ഥലം മാറ്റാണ്ടോ? അതൊന്നുമല്ല, ആ, നീ ഒരാളെ ഒന്ന് നിരീക്ഷിക്കണം. നിരീക്ഷിക്കേ? ആ CID പണിക്ക് പറ്റിയ ആളാ, ഏൽപ്പിച്ചോളൂ. മിണ്ടാണ്ട് കിട ചാടാൻ പറിക്കുക അവിടെ. അപ്പച്ചി പറയും, ആരെ നിരീക്ഷിക്കണ്ടേ? നമ്മുടെ ഷാഹിനെ. ഷാഹിനെ? എന്തിന്? എടാ, അവൾ എന്നും ഈ നേരത്ത് പോകും, വൈകിയാ വരുന്നത്. എന്റെ അപ്പച്ചി, അവളിപ്പോ കൊറേ ഉത്തരവാദിത്തമുള്ള ജോലികളൊക്കെ ഏറ്റെടുത്തിരിക്കല്ലേ. തന്നെയല്ലേ അമ്പിളി ഇവിടെ ചെയ്തോണ്ടിരുന്നത്. ഇത് തന്നെ അമ്പിളി ചെയ്തോണ്ടിരുന്നെന്ന് പറഞ്ഞപ്പോ കൊറേ കട ഉണ്ടാക്കിയിട്ട് ദുബൈയിലേക്ക് പോകണമെന്നില്ലേ? അവള് നല്ല വൃത്തിക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ അതൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. ആ ഉണ്ട്. എന്തായാലും ഇതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട്. അപ്പച്ചി പറഞ്ഞു അവസാനം എന്റെ കുഞ്ഞിനെ പറ്റി അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാനുള്ള സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. ആ അല്ല, ബെസ്റ്റ് സത്യം. അന്ന് നീ അവളെ വെളിയിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചോ? അത് വേറെ ഏതോ കുട്ടിയായിരിക്കും അവളെന്ന് തന്നെ പറഞ്ഞില്ലേ? അതെ, അത് അവള് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച കഥ. സത്യം അവിടെ കിടക്കുന്നത്. അപ്പച്ചേ, ഈ വക കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകൾ ഉണ്ടാവും. അവരാരെങ്കിലും തെരഞ്ഞു എനിക്ക് അതിന് നേരില്ല കേട്ടോ. ഓരോരോ കാര്യങ്ങള് എല്ലാവരും അനുഭൂതി വരുമ്പോ പഠിച്ചോളൂ. അപ്പച്ചിക്ക് വേറൊരു പണിയില്ലേ? അവിടെ രാമായണം ഭാഗവതൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ പോയി വായിക്കി. ഈ ബാക്കിയുള്ളവരുടെ കുറ്റം കുറവും കണ്ട് നടക്കണ്. നീ എന്നെ നോക്കിക്കണേ, അവിടെ പോയി ആ കുഴിയെടുക്ക്. എന്റെ എനിക്ക് അവസാനം അപ്പഴേക്കും മാറിക്കേ പോട്ടെ. ഒരു നല്ല കാര്യം പറഞ്ഞു വന്നപ്പോ എവിടെ ഞാൻ തൊട്ട് പറയാണ്ട് എന്റെ അടുത്ത് ഇറങ്ങി. അത് കള്ളക്കളിയാ. പിന്നെ കള്ളക്കളി, പിന്നെ ഇവരല്ലേ കള്ളത്തരം കാണിക്കുന്നേ? അത് കള്ളക്കളിയാ കേട്ടോ. ഇപ്പൊ കുമാരിയുടെ ഇറങ്ങുന്ന കള്ളക്കളിയാണോ? എന്റെ അറിയാ. കറക്റ്റാ. പിന്നെ ആ മരുമക്കളുണ്ടായിട്ട് എന്താ കാര്യം? എന്നാലും അടുക്കളപ്പണി ചെയ്യാൻ സീതാലക്ഷ്മി തന്നെ വേണം. അമ്മ, ഞാൻ പിന്നെ വാവ എപ്പ എണീക്കുന്ന അറിയില്ലല്ലോ, അതാ ഇവിടെ ഇരുന്നത്. ഞാൻ നിന്റെ കാര്യം പറഞ്ഞല്ല. അയ്യോ, അപ്പൊ എന്റെ കാര്യമാണോ? അയ്യോ, സുലുവിനല്ല പറഞ്ഞേ. സുലു ഞങ്ങളുടെ വിരുന്നുകാരിയല്ലേ. വിരുന്നുകാരിയോ? അപ്പൊ ഞാൻ വീട്ടുകാരിയല്ലേ? അയ്യോ, വീട്ടുകാരിയാണ്. ഇനി അതുമ്മ പിടിച്ച് കയറണ്ട. പണിയൊക്കെ തീർന്നോ? ആ, എല്ലാം കഴിഞ്ഞു. എന്നെങ്കിൽ വാ, നമുക്ക് കളിക്കാം. അല്ലെങ്കിൽ അതവിടെ ഇട്. കഴിഞ്ഞതേ വരുവാ. ലൂഡോ കളിക്കാം, ഓടിവാ. എന്റെ ആണോ? എങ്ങനെ ഇത് കളിക്കുന്നു? ഇതിപ്പോ സീതേച്ചി ഈ പച്ച എന്റെയാ, നീല കുമാരിയുടെ. അപ്പൊ ഇത് ഈ കളത്തിൽ കയറുവാണെങ്കിൽ ഞാൻ ജയിച്ചു. എന്റെ ഒരെണ്ണം ജയിച്ചു, കുമാരിയുടെ ഒരെണ്ണം ജയിക്കും. എന്റെ രണ്ടെണ്ണം ജയിച്ചു. സീതേ, എന്താ നാത്തൂനെ? അയ്യോ, ഷാഹിന ഇതുവരെ വന്നില്ലല്ലേ? ഇല്ലല്ലോ. സാധാരണ വരുന്ന സമയം കഴിഞ്ഞില്ലേ? അവള് കേബിൾ ഓഫീസിൽ പോയതല്ലേ, മനോഹരം കൊണ്ടാക്കിക്കോളും. അല്ല, സാധാരണ വരുന്ന സമയം കഴിഞ്ഞേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ ശരിയാണല്ലോ, അവളൊന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. ഒന്ന് വിളിച്ച് ചോദിക്ക്. പിന്നെ കളിക്കാവേ. അയ്യോ, ബെല്ല് പോകുന്നില്ലല്ലോ. എന്താ പറയണേ? എന്തോ കവറേജ് ഇല്ലെന്നൊക്കെ. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരിക്കും. ഇവന്റെ കൊച്ചെവിടാ? ഇപ്പോഴും അത് തന്നെ പറയുന്നേ. ഓ, ഞാൻ പറഞ്ഞപ്പോ ഇവിടെയൊക്കെ എല്ലാവർക്കും എന്തായിരുന്നു? നാത്തൂന് എന്തോ പറഞ്ഞെന്നാ? ഈയിടെയായി ഷാഹിനയ്ക്ക് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? അപ്പച്ചി, എന്റെ കൊച്ചിനെ കുറിച്ച് തോന്നിയാസം പറഞ്ഞാല. ഞാൻ തോന്നിയാസൊന്നുമല്ല പറഞ്ഞു, ഉള്ള കാര്യം പറഞ്ഞേ. കുമാരിയോട് ചോദിച്ചു. എന്നോട് എന്ത് ചോദിക്കാൻ? എനിക്കൊന്നും അറിയില്ലേ. അപ്പച്ചി എന്താ പറയണ? കുമാരി, രാത്രിയിൽ അവൾ ഉറങ്ങാതെ കുത്തിയിരുന്ന് എന്തെടുക്കായിരുന്നു അവരോട് പറഞ്ഞു കൊടുക്ക്. എന്താ അപ്പച്ചി പറയണേ? എനിക്കൊന്നും അറിയില്ല അമ്മ. നിനക്കറിയില്ല, എന്നാ എനിക്കറിയാം.
അവള് കുത്തിയിരുന്ന് ആരാണ്ടോടെ ഇംഗ്ലീഷിൽ ഫോൺ ചെയ്യുമായിരുന്നു. വെറുതെ ഓരോന്ന് പറയല്ലേ നാത്തൂനെ. ഇപ്പൊ ഞാൻ പറഞ്ഞതാ കുഴപ്പം. അതിപ്പോ അവളുടെ കെട്ടിയോനെ ആയിരിക്കും വിളിച്ചത്. അയ്യോ, അവൻ ഇംഗ്ലീഷേ സംസാരിക്കൂ. പാവം, എന്റെ അമ്പിളിക്കുട്ടൻ ഇതൊന്നും അറിയുന്നില്ല. എന്തറിയുന്നില്ല? പറഞ്ഞു നിങ്ങൾ ഇത് എങ്ങോട്ടേ കേറി പോന്നേ? എങ്ങോട്ടാ പോകുന്നെന്നോ? നിങ്ങളുടെ മകളുടെ ചുറ്റിക്കളിയൊന്നും അവൻ അറിയുന്നില്ലെന്ന്. എന്റെ ക്ഷമയ്ക്കൽ അതിലുണ്ട് കേട്ടോ. ആവശ്യമില്ല തോന്നിയാസം പറഞ്ഞാലേ. ഇപ്പൊ തോന്നിയാസായി. ഇവള് കാണിച്ച തോന്നിയാസല്ല, അവിടെ കളിച്ചോണ്ടിരുന്നോ ഫോണിനകത്ത്. എന്ത് കാണിച്ചു? ദൈവമേ. ജമാലേ, ജമാലേ, ഇനിയിപ്പോ ജമാല് വന്നിപ്പോ ആവശ്യമുണ്ടോ? പിന്നെ പറയട്ടെ, അവര് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്റെ മകളെന്തിയേ? അവള് വന്നോളൂ. വരൂ എന്നെങ്കിലും. അമ്മേ, അവരിവിടെ ഇരുന്നോണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. എന്താ കുമാരി? ഷാനിക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. അത് ഈ അപ്പച്ചി പറഞ്ഞ പോലത്തെ ചുറ്റിക്കളിയൊന്നുമല്ല, പക്ഷെ അവൾ എന്തോ മറക്കുന്നുണ്ട്. മറക്കുന്നതിന്റെ പേര് അപ്പച്ചി പറഞ്ഞ ചുറ്റിക്കളി. എങ്ങനെയുണ്ടടി? ഇപ്പൊ എങ്ങനെ ഉണ്ട്? ചെല്ല്. നിന്നോട് ഞാൻ നേരത്തെ മുതൽ പറയുന്നില്ലേ, ശ്രദ്ധിക്കണം. നീ എന്നാ പറഞ്ഞ? അപ്പച്ചിയാ കുറ്റക്കാരി. ഒന്നും മിണ്ടാതിരിക്കേ. പ്രശ്നത്തിന് പരിഹാരമാവും. അന്വേഷിക്കാം. മാറങ്ങോട്ട്. പൂർത്തേ വെണ്ണ വെള്ളയുടെ ഒരു പോക്കണ്ട്. ഇച്ചോടെ പതുക്കെ പോ. സീതേച്ചി, എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അവള് വരും സുലു. എന്നാലും എത്ര നേരമായത്? അതെ, ഇങ്ങനെ വിഷമിക്കല്ലേ. പേടിക്കൊന്നും വേണ്ട, അവള് വരുമെന്നേ. സുൽത്താത്ത അത്ര ഒന്നും ലേറ്റ് ആയിട്ടില്ലല്ലോ, വരും. അതെ, ഇപ്പൊ കാലും കൈ പിടിച്ചിട്ട് കാര്യമില്ല. ഞാൻ കൂടെ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പൊ വളർത്തു ദോഷം. വളർത്തു ദോഷം? എന്ത് വളർത്തു ദോഷമാക്കിയെന്നാ നിങ്ങൾ ഈ പറയുന്നേ? മനസ്സിലായില്ലേ? എന്താ സമയം ഇത്രയായില്ലേ? എന്തിയേ? എന്തെങ്കിലും കാര്യം കാണോ അവള് താമസിക്കുന്നേ? കാര്യമുണ്ട്. അപ്പച്ചൊന്നും മിണ്ടാണ്ടിരുന്നേ, അവള് വരും. അല്ല, ആവശ്യമില്ലാത്തൊക്കെ പറയേണ്ട കാര്യം എന്തിരിക്കുന്നത്? നിന്നോട് എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഓ, നിങ്ങൾ ഒരാളെ വളർത്തിയായിരുന്നല്ലോ. വളർത്തുകൊണ്ടാ കണ്ട കരുത്തെ കിടന്ന മാല ഒരുക്കൊണ്ട് പോയത്. ആരുടെ കാര്യ പറഞ്ഞ? ഉത്തമന്റെ. എടി, എന്റേതാണാ നിന്റേത് പെണ്ണ, ഓർമ്മ വേണം. അതിനിപ്പോ എന്താ? ആണിനും പെണ്ണിനും ഇപ്പൊ എന്താ വേണമെന്ന്? ഒന്നും സംഭവിച്ചില്ലടി. ഒരു മുതൽ കൂട്ടാ. നിങ്ങളുടെ മനസ്സ് ദുഷിച്ച മനസ്സ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എന്റെ കുടുംബത്ത് കയറി വന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നിന്റെ ചവിട്ടി കയറി ഞാൻ കൊളത്തിത്താക്കും. മിണ്ടായിരിക്കും. നിങ്ങൾക്ക് വോയിസ് ഇല്ല. സുലു, മിണ്ടാണ്ടിരിക്കേ. ഞാൻ എങ്ങനെ മിണ്ടായിരിക്കും സീതേച്ചി? അവര് പറഞ്ഞു കേട്ടോ എന്റെ കുഞ്ഞ് ആരാണ്ടോട് ഇറങ്ങിപ്പോയെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ. അപ്പച്ചൊന്നും മിണ്ടാണ്ടിരുന്നേ. ഒരാളെ കാണാണ്ടാവുമ്പോ ഇങ്ങനെ കിടന്ന് മോച്ചുണ്ടാക്കണത്. നീ ഇറങ്ങടാ അത്രക്ക്. പങ്കിമാവാ, ഈ പങ്കിമാനോട് പോയി കിടക്കാമേ. അകത്തുണ്ടാവും. പങ്കിയേ. മജീദ്, ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോ അങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോ സത്യം പറയാലോ മജീദ് കാലത്ത് എനിക്ക് ആദ്യം ഈ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മുടെ പാർട്ടിയിൽ ചേരുകയും പൊതുപ്രവർത്തനങ്ങളിലൊക്കെ അങ്ങനെ പങ്കെടുത്തു വരികയും ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന് താഴേക്ക് വന്നേ. എന്തേ? ഇപ്പൊ ഷാഹിൻ ഇതുവരെ വന്നിട്ടില്ല. ഫോണാണ് സ്വിച്ച് ഓഫ്. അതിപ്പോ ആ കുട്ടിക്ക് ഇന്ന് കൂടുതൽ പിരുവന്തിയിലുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഇത്രയും വൈകാറില്ല. അത് പങ്കിയമ്മാവൻ അറിയുന്നല്ലേ. തല സുലുത്തെ സീതേച്ചൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുക. നമുക്ക് പോയി അന്വേഷിക്കാം. ഞങ്ങൾ വരി. പങ്കിമാവാ. പങ്കി, ഒന്ന് ഇറങ്ങി വാടാ. വരണോ. എന്താ എന്തൊരു ബഹളം അവിടെ? ഈ അപ്പച്ചി കിടന്ന് ബഹളം വെക്കണം പങ്കിമാവാ. പിടിക്കാങ്ങളെ. എന്താ അപ്പച്ചി ഇത്? എടാ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അവളുടെ മേലൊരു കണ്ണു വേണമെന്ന്. അപ്പൊ നീ എന്നാ പറഞ്ഞത്? ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഒന്ന് മിണ്ടാതിരിക്കണ്ട അപ്പച്ചി. ഓരോ കാര്യങ്ങള് വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് എല്ലാവരും കൂടി. പങ്കി, അവളെ എവിടെ പോയതായിരിക്കോടാ? അവൾ എവിടെയും പോയിട്ടില്ല. മജീദിക്ക് നിങ്ങൾ എന്താ ഇങ്ങനെ കുന്തം മെലിങ്ങ പോലെ നിൽക്കുന്നേ? ഒന്ന് പോയി അന്വേഷിച്ചേ. എന്റെ സുലു, നീ ഒന്ന് സമാധാനിക്ക്. അവളുടെ ജോലി കയറിയിട്ട് പോയതല്ലേ, അവള് വരും. അതെ. ഇടാ, എവിടെ കേബിൾ പൊട്ടി കിടക്കുന്നത്? എവിടെ പൊട്ടെ? എന്റെ റെയിലോടെയും കേബിൾ ഒന്നും പൊട്ടിയിട്ടില്ല. അയ്യോ പങ്കി, നീ ഒന്ന് പോയി അന്വേഷിക്കടാ. അതിനെന്നല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയത്. ആ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചേക്കണം. പിന്നെ പറ്റുമെങ്കിൽ ആ പഞ്ചായത്ത് കുളത്തിലൊന്നും തപ്പണം കേട്ടോ. എന്തിന്? ആമ്പല് പറിക്കാൻ. എടാ, പെണ്ണിനെ വിളിച്ചോട് വേടാ. അപ്പച്ചൊന്നും മിണ്ടാണ്ടിരിക്കട്ടോ.
അമ്മ പോയി നോക്ക്. നീ നിർദ്ദേശം നൽകിയിട്ട് ഇവിടെ നിൽക്കണോ? എല്ലാവരും വാ. ഞാൻ വരണോ? പിന്നെ വരണ്ടേ? എന്നാ ഞാൻ അവരോടൊന്ന് പറഞ്ഞിട്ട് വരാം. ആരോട്? നന്ദിനി രമണിനോട്. അവരും ചെക്കാ നടക്കാ. ദാ വരുന്നു. കൂടെ ഒരുത്തനുണ്ടല്ലോ. ഒന്ന് മിണ്ടായിരിക്കും നാത്തൂനെ. അതാ മനോഹരനാ. മനോഹരനാണോ വിരൂപനാണോ ഇവിടെ അടുത്ത് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അയ്യോ ആ പെണ്ണുങ്ങോട്ട് വരട്ടെ. വരട്ടെ. അയ്യോ മനോഹരേട്ട പണി പാളിയെന്നാ തോന്നേ. ഇത്രേ ഉള്ളൂ സംഗതി. വേറെ കിടന്ന് ഒച്ചയും മേളം വെച്ചിട്ട് ഇനിയിപ്പോ എന്തെന്നാ ശരി? പറയാൻ പറ്റുമോ? എംപോസിഷൻ കിട്ടിയതുകൊണ്ട് ലേറ്റ് ആയതാന്ന്. എല്ലാരും പുറത്തുണ്ട്. അതെ ജോലി കഴിഞ്ഞപ്പോ ലേറ്റ് ആയെന്ന് പറയാം. അത് പറയാതെ നടക്കും. ഇതെന്താ എല്ലാരും കൂടെ ഇവിടെ നിക്കുന്നേ? ഇത്രയും വൈകുന്നുണ്ടായിരുന്നെങ്കിൽ നിനക്കൊന്ന് വിളിച്ചു പറയായിരുന്നില്ലേ ഷാഹിന? അതമ്മ എന്റെ ഫോണില് ചാർജ് തീർന്നു പോയി. അതാ. ഇത്ര നേരം നീ എവിടെ പോയി കിടക്കുവായിരുന്നടി? ഉമ്മ ഞാൻ കേബിളിന്റെ ഒരു കംപ്ലൈന്റ് നോക്കാൻ പോയതാ. എവിടെ? എന്താ എല്ലാരും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ? അതോ കുറച്ച് ദിവസമായി നിനക്കൊരു കള്ളത്തരമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. കള്ളത്തരോ? എന്ത് കള്ളത്തരം? അത് നീ പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. അപ്പച്ചി അവളിപ്പോ ഇങ്ങോട്ട് വന്നല്ലോ. നീ മതി ചോദ്യം ചെയ്തത്.